കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമസ്റ്റർ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ പുതിയൊരു ടോപ്പിക്കായിട്ടുള്ള ബുക്ക് ബിൽഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഓഫറിംഗ് ഷെയർസ് ബൈ പ്രൊവൈഡിങ് എ പ്രൈസ് റേഞ്ച് ഈസ് കോൾഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പം നമ്മൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സും FPO ഒക്കെ കണ്ടായിരുന്നു. കമ്പനി ഓഫേഴ്സ് ഇറ്റ് ഷെയർസ് ടു ദ പബ്ലിക് എയ്തർ അറ്റ് ഫിക്സഡ് പ്രൈസ് ഓർ അറ്റ് എ പ്രൈസ് റേഞ്ച്. ഒരു ഫിക്സഡ് പ്രൈസിലോ അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിലോ എന്ത് ചെയ്യുന്നു, കമ്പനി പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ഡിസൈഡ് ചെയ്യാം, ആ ശരിയായ വില, റൈറ്റ് പ്രൈസ് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഡിമാൻഡിനനുസരിച്ച് റൈറ്റ് പ്രൈസിൽ അവർക്കത് മേടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്, അതായത് മെത്തേഡ് ഓഫ് ഓഫറിങ് ഷെയർസ് ബൈ പ്രൊവൈഡിങ് എ പ്രൈസ് റേഞ്ച്, ഒരു പ്രൈസ് റേഞ്ച് ഓഫർ ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഷെയർസ് ഓഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കിക്കേ. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇസ് എ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം in which the price of an IPO or other security is determined by the demand and supply conditions prevailing in the market. അപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഡിമാൻഡിനും സപ്ലൈ കണ്ടീഷൻസിനും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, IPOൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇൻ വിച്ച് പ്രൈസ് ഓഫ് ആൻ IPO ഓർ അതർ സെക്യൂരിറ്റി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു, ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ബുക്ക് ബിൽഡിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. എ മെക്കാനിസം ബൈ വിച്ച് ദ ഇഷ്യൂവർ കമ്പനി ബിഫോർ ഫയലിംഗ് ഓഫ് ദ പ്രോസ്പെക്ടസ് build up and ascertains the demand for the security being issued and assesses the price at which such security may be issued and ultimately determine the quantum of securities to be issued. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൈസ് ഡിറ്റർമൈൻഡ് മെക്കാനിസമാണ്. അതായത് ഇഷ്യൂവർ കമ്പനി പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഡിമാൻഡ്, ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ഒരു ഡിമാൻഡ് അസെറ്റൻ ചെയ്യും, ഡിമാൻഡ് ബിൽഡപ്പ് ചെയ്യുന്നു. ആൻഡ് അസസസ് ദ പ്രൈസ് അറ്റ് വിച്ച് സെക്യൂരിറ്റി മേ ബി ഇഷ്യൂഡ്. എന്നിട്ട് ആ സെക്യൂരിറ്റീസ് ഏത് പ്രൈസിൽ ഇഷ്യൂ ചെയ്യണമെന്ന് അസസ് ചെയ്യുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഡിറ്റർമൈൻ ദ ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ്. അങ്ങനെയാണ് എത്ര സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ലീഡ് മാനേജറിനെ അവിടെ പറയുന്ന പേര് ബുക്ക് റണ്ണർ എന്നാണ്. He determines the level of interest from investors at various price levels and obtain commitment. അപ്പോൾ അദ്ദേഹമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഈ ഇൻട്രസ്റ്റ് ലെവലൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വേരിയസ് പ്രൈസ് ലെവൽസിൽ, പല പ്രൈസ് ലെവൽസിലുള്ള ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ബുക്ക് റണ്ണർ ആയിരിക്കും. പിന്നെയാണ് ഇഷ്യൂ നടത്തുന്നതും അതുപോലെ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നതും ഒക്കെ പിന്നീടാണ്. അപ്പോൾ ആ ലീഡ് മാനേജറിനെയാണ് ബുക്ക് റണ്ണർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ട് ബുക്ക് ബിൽഡിങ്ങിൽ നിന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിങ്ങിൽ ഒരു ലീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും ക്യാപിറ്റലിൻ്റെ സൈസൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഇഷ്യൂ ചെയ്യേണ്ട ഷെയർസ്, കമ്പനി ഇഷ്യൂ ചെയ്യേണ്ട ഷെയർസിൻ്റെ ഈ പ്രൈസ് ബാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതും ഒക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആയിരിക്കും. Then നോക്കിക്കേ, the lower end of the price range is known as floor price, higher end is known as ceiling price. അപ്പോൾ പ്രൈസ് റേഞ്ചിൻ്റെ ലോവർ എൻഡ് ആണെങ്കിൽ അതിനെ ഫ്ലോർ പ്രൈസ് എന്നും ഹയർ എൻഡ് ആണെങ്കിൽ അതിനെ സീലിംഗ് പ്രൈസ് എന്നും പറയും. അതുപോലെ തന്നെ the final price at which securities are offered for sale after the entire book building process is called cut off price. കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റീസ് സെയിലിനായിട്ട് ഓഫർ ചെയ്യുന്ന ഫൈനൽ പ്രൈസ്, അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ സെക്യൂരിറ്റീസ് സെയിലിനായിട്ട് ഓഫർ ചെയ്യുന്ന ഫൈനൽ പ്രൈസിനെ പറയുന്നതാണ് കട്ട് ഓഫ് പ്രൈസ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കളക്ടിങ് ബിഡ്സ് കളക്ട് ചെയ്യുക. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആർ റിക്വസ്റ്റഡ് ടു ബിഡ് ഫോർ പർച്ചേസിങ് ദ ഷെയർസ്. They are requested to bid the number of shares that they are willing to buy at varying price levels. അതിൽ പറയുന്നു, ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആർ റിക്വസ്റ്റഡ് ടു ബിഡ് ഫോർ ദ പർച്ചേസിങ് ഷെയർസ്. അപ്പോൾ ബിഡ്, അതായത് ഒരു ലേലം വിളിക്കുക എന്നുള്ളത്. മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് നേരത്തെ ഈ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നുള്ളൊരു ബിഡ് കൊടുക്കുക, ഒരു ലേലം അവർ
കൊടുക്കുക എന്നുള്ളതാണ്. ദേ ആർ റിക്വസ്റ്റഡ് ടു ബിഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദേ ആർ വില്ലിംഗ് ടു ബൈ അറ്റ് വേരിയിങ് പ്രൈസ് ലെവൽസ്. പല പ്രൈസ് ലെവൽസിൽ അവർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന, അവർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ അതിനെ ബിഡ് ചെയ്യുക, അത് ലേലം വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടി ദ ലീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ക്യാൻ അപ്പോയിൻറ്റ് സബ് ഏജൻറ്റ്സ് ടു ടാപ്പ് ഇൻ ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ ലീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിന് ഇതിനു വേണ്ടി സബ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് കളക്ടിങ് ബിഡ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ബിഡ് കളക്ട് ചെയ്യുക. ദെൻ പ്രൈസ് ഡിസ്കവറിയാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് ബിഡ്സ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ദേ ബിഗിൻ ദ പ്രോസസ് ഓഫ് പ്രൈസ് ഡിസ്കവറി. പിന്നീട് പ്രൈസ് ഡിസ്കവറി പ്രോസസ്സിലേക്ക് പോവുകയാണ്. അതായത് ദ ഫൈനൽ പ്രൈസ് ചൂസൺ ഈസ് സിംപ്ലി ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ ദ ബിഡ്സ് ദാറ്റ് ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിന് കിട്ടിയേക്കുന്ന ആ ബിഡ്, ലേലം വിളിച്ച് വെച്ചേക്കുന്ന ആ ബിഡുകളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും ആ ഫൈനൽ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫൈനൽ പ്രൈസ് ഏത് വിലയ്ക്കാണ് അത് വിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ കളക്ട് ചെയ്ത ബിഡിൽ നിന്ന് എടുക്കുന്ന പ്രൈസിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും. അതാണ് ഡിസ്കവറി ഓഫ് പ്രൈസ് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിസൈസിങ്. അതായത് ഒരു ട്രാൻസ്പെറൻസി, ഒരു സുതാര്യതയൊക്കെ വരുത്താനെ കൊണ്ട് കമ്പനീസ് ആർ റിക്വസ്റ്റഡ് ടു മേക്ക് ദ പബ്ലിക് ദ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് ബിഡ്സ് ദാറ്റ് ഹാവ് റിസീവ് ചെയ്ത ബിഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പബ്ലിക്കിനെ അറിയിച്ചു കൊടുക്കുക. അതാണ് പബ്ലിസൈസിങ് എന്ന് പറയുന്നത്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പാണ്. ദ ഷെയർസ് ഹാവ് ടു ബി അലോട്ടഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ amount received from the various bidders. If a bidder had bid a lower price than the cut-off price, then a call letter has to be sent asking for the balance money to be paid. അപ്പോൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നേരത്തെ ബിഡർ ഒരു ലോവർ പ്രൈസ് ആണ്, കട്ട് ഓഫ് പ്രൈസിനേക്കാളും കുറഞ്ഞൊരു പ്രൈസാണ് അദ്ദേഹം ബിഡ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനൊരു കോൾ ലെറ്റർ അയക്കും, ബാലൻസ് എമൗണ്ടും കൂടെ അദ്ദേഹം പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതേപക്ഷം if a bidder has bid a higher price than the cut off price, cut off പ്രൈസിനേക്കാളും കൂടുതലാണ് അദ്ദേഹം ബിഡ് ചെയ്തതെങ്കിൽ ഒരു റീഫണ്ട് ചെക്ക് അദ്ദേഹത്തിന് പ്രോസസ്സ് ചെയ്യും. ആ ബാക്കി എമൗണ്ട് അദ്ദേഹത്തിന് തിരിച്ച് കൊടുക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് നമ്മുടെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിന് ഉള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്. പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നതും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു വേരിയേഷനാണ്. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഇൻ വിച്ച് ബാങ്കേഴ്സ് ഇൻവൈറ്റ് ബിഡ്സ് ഫ്രം സർട്ടൻ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവൈറ്റിംഗ് ബിഡ് ഫ്രം ജനറൽ പോപ്പുലേഷൻ. അതായത് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുമ്പം മൊത്തത്തിൽ ജനറലായിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ബിഡ് സ്വീകരിക്കത്തില്ല, മറിച്ച് ചില സർട്ടൻ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തുനിന്ന് മാത്രം എന്ത് ചെയ്യും, ബിഡ് കളക്ട് ചെയ്യും. അങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന മെത്തേഡാണ് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദെയർ ബിഡ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ പ്രൈസ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് എ കട്ട് ഓഫ് പ്രൈസ് ഇസ് ഡിസൈഡഡ്. അത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ അതുപോലെ തന്നെയാണ്. ബിഡ് കളക്ട് ചെയ്തതിൽ നിന്നാണ്, അതിൻ്റെ വെയ്റ്റഡ് ആവറേജിൽ നിന്നാണ് ഫൈനൽ പ്രൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് എന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ ടേംസ് ആണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, റീറ്റെയിൽ ഇൻവെസ്റ്റർ. റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? റെഫേഴ്സ് ടു ആൻ ഇൻവെസ്റ്റർ ഹു അപ്ലൈസ് ഓർ ബിഡ്സ് ഫോർ സെക്യൂരിറ്റി ഓഫ് എ കമ്പനി ഫോർ എ വാല്യൂ നോട്ട് മോർ ദാൻ 2 lakhs. അപ്പോൾ 2 ലക്ഷത്തിൽ താഴെയുള്ള വാല്യൂവിന് ബിഡ് ചെയ്ത ആളായിരിക്കും അദ്ദേഹം ബിഡ് ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ആ സെക്യൂരിറ്റീന് അപ്ലൈ ചെയ്തേക്കുന്ന ആ ഇൻവെസ്റ്ററിനെ പറയുന്ന പേരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറയുന്നത് എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ മ്യൂച്വൽ ഫണ്ട് ഓർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഓർ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് or an insurance company or any other such body corporate that apply for bid for security. അപ്പോൾ സെക്യൂരിറ്റീന് അപ്ലൈ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ബിഡ് ചെയ്തേക്കുന്ന ഏതെങ്കിലും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററോ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ടേം പറയുന്നത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് it is a prospectus which does not have details of either price or number of shares being offered or the amount of issue. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പം അതിൽ ഈ പ്രൈസിൻ്റെയോ അല്ലെങ്കിൽ എത്ര ഷെയർസ് ആണോ ഓഫർ ചെയ്യുന്നതോ അങ്ങനെ പരമായ യാതൊരു ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്ത് ആ ഡീറ്റെയിൽസ് ഒന്നും തന്നെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കത്തില്ല. അവിടെ ജനറലി പ്രൈസ് വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ബട്ട് ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് പ്രൈസ് ബാൻഡ് വിൽ ബി ഡിസ്ക്ലോസ്ഡ്. However, all details are made available to an investor on a day
ജസ്റ്റ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ്. അതായത് ഇവിടെ ഒരു ഡീറ്റെയിൽസും പറയുന്നില്ല, പ്രൈസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസോ എമൗണ്ട് ഓഫ് ഇഷ്യൂ ഒന്നും പറയുന്നില്ല. ഇത് എന്നാണ് അവൈലബിൾ ആക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന്? ഓപ്പണിംഗ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിരിക്കും അത് അറിയിക്കുന്നത്. അതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം പ്രൈസ് ബാൻഡ് ആണ്. അതായത് ഇറ്റ് മീൻസ് ദ ഡെയിലി ഓർ വീക്ക്ലി പ്രൈസ് ലിമിറ്റ് വിത്ത് വിച്ച് ദ പ്രൈസ് ഈസ് അലൗഡ് ടു റൈസ് ഓർ ഫോൾ. അത് ലോവർ എൻഡ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ ഫ്ലോർ പ്രൈസ് എന്നും ഹയർ എൻഡ് പ്രൈസ് ആണെങ്കിൽ സീലിംഗ് പ്രൈസ് എന്നും പറഞ്ഞില്ലേ. അപ്പോൾ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു പ്രൈസ് ലിമിറ്റ് ഉണ്ടായിരിക്കും വിത്ത് വിച്ച് ദ പ്രൈസ് ഇസ് അലൗഡ് ടു, ഒന്നുകിൽ പ്രൈസ് റൈസ് ചെയ്യും, കൂടാനുള്ള ചാൻസ് ആയിരിക്കും, ചിലപ്പോൾ പ്രൈസ് കുറയും, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ പ്രൈസ് ഫോൾ ചെയ്യും. അപ്പോൾ അതിനെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഫ്ലോർ പ്രൈസും ഉണ്ട്, സീലിംഗ് പ്രൈസും ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആക്ച്വലി ഫൈനൽ പ്രൈസിനെയാണ് നമ്മൾ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം പറയുന്നത് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്. സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ ബുക്ക് റണ്ണർ ഹു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദി പ്രൈസ് സ്റ്റെബിലൈസിങ് പ്രോസസ്. അപ്പോൾ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ലീഡ് മാനേജർ, ഒരു ബുക്ക് റണ്ണർ ആയിരിക്കും. അദ്ദേഹമാണ് ഈ പ്രൈസ് സ്റ്റെബിലൈസിങ് പ്രോസസ്സിന് മൊത്തം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. അടുത്തത് സിൻഡിക്കേറ്റ് മെമ്പർ ആണ്. സിൻഡിക്കേറ്റ് മെമ്പർ ഇസ് എ പേഴ്സൺ ഹൂസ് വർക്ക് ഈസ് ടു കളക്ട് ദ എൻറ്റയർ ബിഡ് ഫോംസ് ഇൻ എ ബുക്ക് ബിൽഡ് സ്കീം. അപ്പോൾ ഈ ബിഡുകളിലൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഡുകളൊക്കെ കളക്ട് ചെയ്യേണ്ട ആ ജോലി ആരിലാണ്? സിൻഡിക്കേറ്റ് മെമ്പറിലാണ്. നെക്സ്റ്റ് ടേം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, FII. അതായത് ഇറ്റ് മീൻസ് an entity established or incorporated outside India which is authorized by SEBI to transact on Indian stock exchange for investment. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റി ആയിരിക്കും, സെബി ഓതറൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻ നടത്താനെ കൊണ്ട് സെബി അനുവദിച്ചിട്ടുള്ള ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീനെയാണ് FII എന്ന് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. അടുത്തത് ഓഫർ ഡോക്യുമെൻ്റ് ആണ്. ഓഫർ ഡോക്യുമെൻറ്റ് അതായത് ഇറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഓർ ഓഫർ ഫോർ സെയിൽ, ലെറ്റർ ഓഫ് ഓഫർ ഇൻ ദ കേസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. നമ്മൾ പബ്ലിക് ഇഷ്യൂ അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിലാണെങ്കിൽ അതൊരു പ്രോസ്പെക്ടസ് ആണ്. അതുപോലെ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിലാണെങ്കിൽ അതൊരു ലെറ്റർ ഓഫ് ഓഫറാണ് ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനി രജിസ്ട്രാറിൻ്റെ അടുത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടുത്തും ഒക്കെ ഫയൽ ചെയ്തിരിക്കണം ഈ ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ടേംസ്, ബുക്ക് ബിൽഡിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ആണ്. ബുക്ക് ബിൽഡിങ്ങിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിയലിസ്റ്റിക് പ്രൈസിങ്. അതായത് പ്രൈസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ഇൻ എ മോർ റിയലിസ്റ്റിക് വേ. ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് നടക്കുന്നത്. വളരെ കാര്യക്ഷമമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള രീതിയിലായിരിക്കും പ്രൈസിങ് നടക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ ഷെയറിനും സെക്യൂരിറ്റീസിനും നിശ്ചയിക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്ക് ബിൽഡിങ്ങിൽ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ്, ആ ഒരു ഷെയറിനോ സെക്യൂരിറ്റിക്കോ ഉള്ള ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ക്വിക്ക് ആക്സസ് ടു ക്യാപിറ്റൽ. അതായത് ബുക്ക് ബിൽഡിംഗ് ഓഫേഴ്സ് ആക്സസ് ടു ക്യാപിറ്റൽ മോർ ക്വിക്ക്ലി ദാൻ ദി പബ്ലിക് ഇഷ്യൂ. ക്യാപിറ്റൽ ആക്സസ് കൂടുതൽ പബ്ലിക് ഇഷ്യൂവിനേക്കാളും ക്വിക്കായിട്ട് നടക്കുന്നത് ബുക്ക് ബിൽഡിങ്ങിലാണെന്ന് പറയുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നോ അൺസർട്ടനിറ്റീസ്. അതായത് ഇഷ്യൂ നേരത്തെ തന്നെ പ്രീ സോൾവ് ചെയ്യുന്നതുകൊണ്ട് അൺസർട്ടനിറ്റി ഒന്നുമില്ല, അനിശ്ചിതത്വം ഒന്നും ഉണ്ടാകത്തില്ല ബുക്ക് ബിൽഡിങ്ങിൽ എന്ന് പറയുന്നു. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. അതായത് അഡ്വർടൈസിങ് കോസ്റ്റോ ബ്രോക്കറേജ് കമ്മീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ ലെസ് കോസ്റ്റാണ് ഇവിടെ ഉണ്ടാകുക. പിന്നെ സെലക്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇഷ്യൂയിങ് കമ്പനി ക്യാൻ ചൂസ് ഇൻവെസ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ക്വാളിറ്റി. അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇൻവെസ്റ്റേഴ്സ് വോയിസ് ഇൻ പ്രൈസിങ്. ഇൻവെസ്റ്റേഴ്സിന് ഈ പ്രൈസിങ്ങിലൊരു വോയിസ് ഉണ്ട്, അവർക്കൊരു റോളുണ്ട്. അതായത് ദേ ഹാവ് എ ഗ്രേറ്റർ സർട്ടനിറ്റി ഓഫ് ബീങ് അലോട്ടഡ് വാട്ട് ദേ ഡിമാൻഡ്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നതാണ് അവർ അവിടെ മേടിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്കൊരു വോയിസ് ഉണ്ട് പ്രൈസിങ്ങിൽ. അതുപോലെ തന്നെ നോ ലോക്കിംഗ് അപ്പ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അവരുടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലൊന്നും ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റലൊന്നും ലോക്ക് ആകുന്നില്ല. ദേ
പേ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. എല്ലാ പ്രോസസ്സിനും അവസാനമാണ് അവർ പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എങ്ങും ലോക്കാകുന്നില്ല. ദെൻ ഫ്ലെക്സിബിലിറ്റി, അതായത് പ്രൈസ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന സൈസിലാണെങ്കിലും ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എപ്പോൾ വേണേലും മാറ്റം സംഭവിക്കാം. സോ ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ബുക്ക് ബിൽഡിങ്ങിൻ്റെ. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. ബുക്ക് ബിൽഡിങ്ങിന് എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പറയുന്നു സ്മോൾ ഇഷ്യൂസിന് സ്യൂട്ടബിൾ അല്ല, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഇഷ്യൂസ്. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മെഗാ ഇഷ്യൂ, ഒരു ഹ്യൂജ് ലാർജ് കൺസേൺസ്, ലാർജ് ഇഷ്യൂസിനൊക്കെയാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. സ്മോൾ ഇഷ്യൂ ആണെങ്കിൽ അത്ര സ്യൂട്ടബിൾ അല്ല. ദെൻ സ്യൂട്ടബിൾ ഫോർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സ്ട്രോങ് കമ്പനി. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. അതായത് ഇൻവെസ്റ്റേഴ്സിന് അറിയണം ആ കമ്പനി. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ പോസിബിലിറ്റി ഓഫ് പ്രൈസ് റിഗ്ഗിങ്, അതായത് പ്രൈസ് റിഗ്ഗിങ്ങിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. അതായത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് പ്രൈസ് റിഗ്ഗിങ് ഓൺ ലിസ്റ്റിംഗ് ആസ് പ്രൊമോട്ടേഴ്സ് മേ ട്രൈ ടു ബെയിൽ ഔട്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്. അപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആണല്ലോ ഈ ബിഡൊക്കെ കളക്ട് ചെയ്യേണ്ട മെമ്പേഴ്സ്. അപ്പോൾ അവിടെ എന്താ ഒരു ചാൻസ് ഉണ്ട്, ബെയിൽ ഔട്ട് ചെയ്യാനുള്ളൊരു, സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ വരുന്നുണ്ട് ഈ പ്രൊമോട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രൈസ് റിഗ്ഗിങ്ങിനൊരു ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ വർക്ക് ഓൺലി ഇൻ മെച്യൂർഡ് മാർക്കറ്റ് കണ്ടീഷൻ, അതായത് ബുക്ക് ബിൽഡിംഗ് സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് എപ്പോഴും നമുക്ക് കാണുന്ന കണ്ടീഷൻസിൽ പ്രാക്ടിക്കബിൾ അല്ല. അപ്പം അത്രയും ഒക്കെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്.